നമ്മുടെ അല്പസമയത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 21, 26, 27 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 21, 26, 27 വാക്യങ്ങൾ. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 26-ാമത്തെ വാക്യം. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ ഞങ്ങളുടെ കർത്താവേ, സഭാ ശുശ്രൂഷയ്ക്കായി കാലാകാലങ്ങളിൽ തൻ്റെ മക്കളെ വിളിച്ച് അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച് നിയോഗിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലെ ധ്യാനങ്ങളും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനത്തോട് ചേർന്ന് വിശുദ്ധ മത്തായി നൽകുന്ന 5 ഉപമകളിൽ 4-ാമത്തെ താലന്തുകളുടെ ഉപമയിലെ യജമാനൻ്റെ പ്രതികരണ വചസ്സുകളാണ് നാം ഈ ധ്യാനത്തിന് ആധാരമായി ഇന്ന് വായിച്ചത്. അലസത വെടിഞ്ഞ് തികഞ്ഞ ഉത്തരവാദിത്വത്തോടും ജാഗ്രതയോടും ദൈവം തന്നിട്ടുള്ള അവസരങ്ങളും വിഭവങ്ങളും താലന്തുകളും സാധ്യതകളും വിനിയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് ഈ ഉപമ നമ്മുടെ ചിന്തകളെ നയിക്കുന്നു. ഇന്നത്തെ ഈ ധ്യാനത്തിന് ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നതായ തലക്കെട്ട് വെല്ലുവിളികൾ നിറഞ്ഞ ശുശ്രൂഷയുടെ മാനങ്ങൾ എന്നതാണ്. വെല്ലുവിളികൾ നിറഞ്ഞ ശുശ്രൂഷയുടെ മാനങ്ങൾ, ദ ചലഞ്ചിങ് ഡയമെൻഷൻസ് ഓഫ് ദ മിനിസ്ട്രി എന്നതാണ്. നമുക്ക് വളരെ പരിചിതമാണ് താലന്തുകളുടെ ഉപമ. അതുകൊണ്ട് ഈ ഉപമയിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഉപമയിൽ നിന്ന് 3 കാര്യങ്ങൾ ഈ രാവിലെ സമയം നമുക്കൊരുമിച്ച് ഈ വിശേഷ ദിവസത്തിൽ ചിന്തിക്കണം എന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഇറ്റ് ഈസ് നോട്ട് അവർ ഓപ്ഷൻ ബട്ട് ഗോഡ് ഗിവൺ മിനിസ്ട്രി. ഇറ്റ് ഈസ് നോട്ട് അവർ ഓപ്ഷൻ ബട്ട് ദ ഗോഡ് ഗിവൺ മിനിസ്ട്രി. ഈ ശുശ്രൂഷ നാം സൗകര്യപൂർവ്വം തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ കൃപയാൽ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. ഇവിടെ യജമാനൻ ദാസന്മാർ ചോദിക്കാതെ തന്നെ തൻ്റെ താലന്തുകൾ ദാസന്മാരെ ഏൽപ്പിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ കഴിവുകളോടെ നമ്മുടെ യജമാനായ ദൈവം വിവിധ നിയോഗങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ നിയോഗത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ യോഗ്യത നോക്കിയല്ല, ദൈവം തൻ്റെ കൃപയാൽ നമ്മെ തിരഞ്ഞെടുത്ത് ഈ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചതാണ്. യേശു കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരോട് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കിവെച്ചും ഇരിക്കുന്നു. വിശുദ്ധ പൗലോസ് തൻ്റെ നിയോഗത്തെക്കുറിച്ച് ഇപ്രകാരം സാക്ഷിക്കുന്നു: ഞാനാകുന്നത് ദൈവ കൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ. പൗലോസ് വീണ്ടും പ്രബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത്
വ്യർത്ഥമായി തീരരുത് എന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ ദൈവകൃപയ്ക്ക് യോജിച്ചവണ്ണം സാക്ഷ്യം വഹിക്കുക. വിശുദ്ധ പൗലോസ് തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുന്നു, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. നിൻ്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടതും നമ്മെ ഭരമേൽപ്പിച്ചതുമായ ദാസ്യ ശുശ്രൂഷയുടെ അധികാരവും ആധികാരികതയും ആരും തുച്ഛീകരിക്കുവാൻ ഇടയാകരുത്. ദൈവം നമ്മെ ഏൽപ്പിച്ചതായ ശുശ്രൂഷയാണ്. ഇറ്റ് ഈസ് നോട്ട് അവർ ഓപ്ഷൻ ബട്ട് ദ ഗോഡ് ഗിവൺ മിനിസ്ട്രി. രണ്ടാമതായിട്ട്, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റസ് ഓർ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിനിങ് മിനിസ്ട്രി ബട്ട് എ ചലഞ്ചിങ്, ഡയറിങ് ആൻഡ് റിസ്കിങ് മിനിസ്ട്രി. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റസ് ഓർ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിനിങ് മിനിസ്ട്രി ബട്ട് എ ചലഞ്ചിങ്, ഡയറിങ് ആൻഡ് റിസ്കിങ് മിനിസ്ട്രി. ഈ ശുശ്രൂഷ നിലവിലുള്ള സ്ഥാനമാനങ്ങളോ സംവിധാനങ്ങളോ സംരക്ഷിക്കുന്നതിനല്ല, അതിനപ്പുറമായി സാഹസികതകളും വെല്ലുവിളികളും ബോധപൂർവം ഏറ്റെടുക്കുന്നതാണ്. ഒരു താലന്ത് ലഭിച്ചവനെ യജമാനൻ ദുഷ്ടനും മടിയനുമായ ദാസൻ എന്ന് വിളിക്കുന്നു. ഈ ദാസൻ്റെ കുറ്റം എന്താണ്? യജമാനൻ്റെ മുതൽ അവൻ നഷ്ടപ്പെടുത്തിയില്ല, ദുർവിനിയോഗം ചെയ്തില്ല, അധാർമികതയ്ക്കോ തിന്മയ്ക്കോ ഉപയോഗിച്ചില്ല. തന്നെ ഏൽപ്പിച്ച താലന്ത് ഭദ്രമായി സൂക്ഷിച്ച് യജമാനൻ വന്നപ്പോൾ യാതൊരു കുറവും വരാതെ തിരിച്ച് ഏൽപ്പിക്കുകയാണ്. ഒരർത്ഥത്തിൽ അതൊരു വിശ്വസ്തതയല്ലേ ചെയ്തത്? എന്നിട്ടും യജമാനൻ അവനെ ദുഷ്ടനും മടിയനും ആയ ദാസന് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ്? യജമാനൻ പറയുന്നു, നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ഇത് പൊൻവാണിഭക്കാരെ ഏൽപ്പിച്ചാൽ ഒരുപക്ഷെ കുറവ് വരാം, ദ്രവ്യം തന്നെ നഷ്ടപ്പെട്ടേക്കാം, കടബാധ്യത വന്നേക്കാം. എങ്കിലും അത് പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടതായിരുന്നു എന്നാണ് യജമാനൻ പറയുന്നത്. സ്ഥാനവും സംവിധാനങ്ങളും പരിരക്ഷിക്കുന്ന ശുശ്രൂഷയല്ല ഇത്. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റസ് ഓർ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിനിങ് മിനിസ്ട്രി. ഇന്നത്തെ പട്ടക്കാരുടെ ശുശ്രൂഷയെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദേ ആർ കീപ്പേഴ്സ് ഓഫ് അക്വേറിയം, നോട്ട് ഫിഷേഴ്സ് ഓഫ് മെൻ. നമ്മുടെ സ്ഥിതി ഇന്ന് എവിടെയാണ്? ശുശ്രൂഷകർ ആരാണ്? എ സെർവൻറ്റ് ഹൂ ഈസ് റെഡി ടു റിസ്ക് ഹിസ് ക്യാപിറ്റൽ. ഇന്നത്തെ നമ്മുടെ പ്രവണതകൾ എങ്ങനെയാണ്? ആഗ്രഹിക്കുന്നതെന്തും എങ്ങനെയും നേടുന്നതും കാണുന്നതെല്ലാം വെട്ടിപ്പിടിച്ച് കൈപ്പിടിയിൽ ഒതുക്കുന്നതുമാണോ? ഈ ശുശ്രൂഷയിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം, കുറവ് വന്നേക്കാം. നഷ്ടപ്പെടട്ടെ, കുറവ് വരട്ടെ, അതിൽ വേവലാതിപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട. യജമാനൻ വന്ന് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളും. ഒന്നിൻ്റെയും ബ്ലൂ പ്രിൻ്റ് കണ്ടിട്ട് ഇറങ്ങിത്തിരിക്കുന്നതല്ല ഈ ശുശ്രൂഷ. വിളിച്ചവൻ, നിയോഗിച്ചവൻ, വിശ്വസ്തൻ, മതിയായവൻ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ കണ്ടിട്ടില്ലാത്ത ദേശത്തേക്ക്, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഒന്നും കാണാതെ പുറപ്പെടുന്നതായ അബ്രഹാമിനെയാണ് കാണുന്നത്. 2 കാശ് ഭണ്ഡാരത്തിലിട്ടതായ ദരിദ്രയായ വിധവ നാളെ എങ്ങനെ എന്നുള്ളത് ഒന്നും കാണാതെ ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് തനിക്കുള്ള ഉപജീവനം മുഴുവനും ഭണ്ഡാരത്തിൽ ഇടുന്നു. നഷ്ടങ്ങളുടെ സാധ്യതകൾ കണ്ടുകൊണ്ട് തന്നെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിച്ച് സാഹസികമായി ക്രൂശിൻ്റെ പാതയിൽ സഞ്ചരിച്ച് ഫലം കായ്ക്കുന്ന ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ. അധൈര്യപ്പെടേണ്ട, വേവലാതിപ്പെടേണ്ട. ദൈവം മതിയായവനാണ്. പുരാതനായ ദൈവം നിൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റസ് ഓർ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിനിങ് മിനിസ്ട്രി ബട്ട് എ ചലഞ്ചിങ്, ഡയറിങ് ആൻഡ് റിസ്കിങ് മിനിസ്ട്രി. മൂന്നാമതായി, ഇറ്റ് ഈസ് നോട്ട് എ കാൽക്കുലേഷൻ ഓറിയൻറ്റഡ് മിനിസ്ട്രി ബട്ട് എ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് മിനിസ്ട്രി. ഇറ്റ് ഈസ് നോട്ട് എ കാൽക്കുലേഷൻ ഓറിയൻറ്റഡ് വൺ ബട്ട് എ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് മിനിസ്ട്രി. ഇത് കണക്കുകൂട്ടലിൻ്റെ മിനിസ്ട്രി അല്ല, കൂട്ടായ്മയിൽ അടിസ്ഥാനപ്പെട്ട ശുശ്രൂഷയാണ്. യജമാനൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ താലന്ത് അനേകരുടെ കൈകളിലൂടെ കയറി ഇറങ്ങും. ഈ താലന്തിന്മേൽ അനേകർ ചിന്തിക്കും, അനേകർ പ്രവർത്തിക്കും.
പലരുടെയും ചിന്തകളെയും മനസ്സുകളെയും സ്വാധീനിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നിൻ്റെ താലന്ത്, നിൻ്റെ ക്യാപിറ്റൽ, നിൻ്റെ വിഭവങ്ങൾ തിരിച്ചു കിട്ടിയോ എന്നുള്ളതല്ല, അവരുടെ ഉപയോഗത്തിനായി എത്രമാത്രം അവൈലബിളാക്കി, ലഭ്യമാക്കി, പ്രയോജനപ്പെടുത്തി എന്നതാണ് ചോദ്യം. ഇറ്റ് ഈസ് നോട്ട് എ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ബട്ട് അതർ ഓറിയൻറ്റഡ് മിനിസ്ട്രി. ഡാവിൻസി ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാമല്ലോ. അയൺ റസ്റ്റ് ഫ്രം ഡിസ്യൂസ്, stagnant water loses its purity and in cold weather becomes frozen. Even so does inaction saps the vigors of the mind. Making available your potentials and capitals for the use and benefit of the other. ഇതാണ് ശുശ്രൂഷ. ഇവിടെ there is interaction and communication. The result is a web of relationship of love, care and welfare, and thereby a community. Church is an inclusive community, a community existing for non-members. അവരുടെ അനുഗ്രഹത്തിനായി നിൻ്റെ സാധ്യതകളെ ലഭ്യമാക്കുക, അതാണ് ഈ ശുശ്രൂഷയുടെ നിയോഗം. അതിരുകളെ അതിലംഘിക്കുന്നതായ ദൈവത്തിൻ്റെ നിയോഗം. സാങ്കേതിക വിദ്യകൾ, നിർമ്മിത ബുദ്ധിയിൽ, സൈബർ ബ്ലോഗിൽ അത്യന്തം മതിമറന്ന് ജീവിക്കുന്ന തലമുറകൾ. എന്നാൽ ഓരോരുത്തരും അവരവരുടേതായ ഓരോ ലോകത്തിലും യുഗത്തിലുമാണ്. കുടുംബ സങ്കല്പങ്ങളും അടിസ്ഥാനങ്ങളും അതിവേഗം മാറി മറിയുന്നു. അണുവർദ്ധന പോലെ കുടുംബങ്ങളുടെ തകർച്ച പെരുകുന്നു. ലഹരി വസ്തുക്കൾ, സബ്സ്റ്റൻസ് അഡിക്ഷൻ, ലഹരി സ്വഭാവങ്ങൾ, ബിഹേവിയർ അഡിക്ഷൻ തുടങ്ങിയ ആസക്തികളും അടിമത്തവും വിലപ്പെട്ട ജീവിതങ്ങളെ തകർത്ത് കളയുന്നു. അധാർമികതയും ലൈംഗിക അതിക്രമവും ആരോടെന്നില്ലാതെ അനുദിനം വർദ്ധിക്കുന്നു. വിശ്വാസത്തോടും സഭാജീവിതത്തോടും ക്രൂശിൻ്റെ വഴികളോടുമുള്ള ആഭിമുഖ്യം നന്നേ കുറഞ്ഞു വരുന്നു. സാമ്പത്തിക സാമൂഹിക ചൂഷണവും അടിമത്തവും അപമാനവീകരണവും ശക്തമായി അരങ്ങ് തകർക്കുന്നു. ഇവിടെ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് കാണിച്ചു തന്ന ആ ശുശ്രൂഷ തുടർച്ചയാണ് നാം ഇവിടെ നിർവഹിക്കുന്നത്. സ്നേഹത്തിൻ്റെ ആർദ്രതയുടെ ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ. മനസ്സലിയുന്ന സ്നേഹത്തിൻ്റെ ക്രിസ്തു സാന്നിധ്യം, കരുണ പറ്റിയ വക്രതയുടെ ലോകത്തിൽ നേരിൻ്റെ ആർദ്രതയുടെ കനലായിത്തീരുന്ന ശുശ്രൂഷ. എ ഹ്യൂമൻ ഫേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനുഷ്യമുഖം. വിശുദ്ധ പൗലോസ് തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ എന്നാണ്. ദ പ്രസൻസ് ഓഫ് ഡിവൈൻ ലവ്, കെയർ ആൻഡ് കമ്പാഷൻ. സ്നേഹം നിർവ്യാജമായിരിക്കണം. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. പൗലോസ് വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നു, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ചുരുക്കത്തിൽ ഈ ശുശ്രൂഷ ലാഭനഷ്ടങ്ങൾ നോക്കാതെ വില കൊടുത്ത് ബോധപൂർവം പ്രതികൂലങ്ങളിൽ ഒട്ടും പിന്മാറാതെ സ്റ്റേറ്റസ് ഓർ സ്റ്റാറ്റസ്കോ ഒന്നും ചിന്തിക്കാതെ നിയോഗത്തെ ഏറ്റെടുത്ത് നിയോഗവേദി അർത്ഥപൂർണമാക്കുന്ന ദാസനാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. The liturgy after the liturgy makes our calling and anointing worth and beautiful and fruitful. But we must be faithful. Faithful need not be successful, but we must be faithful. ബാക്കി യജമാനൻ നോക്കിക്കൊള്ളും. ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട, വേവലാതിപ്പെടേണ്ട. ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ. വിളിച്ചവൻ വിശ്വസ്തനാണ്. അതെ, ദൈവം വിശ്വസ്തൻ തന്നെ, മതിയായവൻ. 3 കാര്യങ്ങളാണ് നാം ഇവിടെ ചിന്തിച്ചത്. ഈ ശുശ്രൂഷ ഇറ്റ് ഈസ് നോട്ട് അവർ ഓപ്ഷൻ ബട്ട് ദ ഗോഡ് ഗിവൺ മിനിസ്ട്രി. 2, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റസ് ഓർ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിനിങ് മിനിസ്ട്രി ബട്ട് എ ചലഞ്ചിങ്, ഡെയറിങ് ആൻഡ് റിസ്കിങ് മിനിസ്ട്രി. 3, ഇറ്റ് ഈസ് നോട്ട് എ കാൽക്കുലേഷൻ ഓറിയൻറ്റഡ് ബട്ട് എ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് മിനിസ്ട്രി. ഈ ശുശ്രൂഷ ഫലകരമായി നിർവഹിക്കുവാൻ പട്ടത്ത സമൂഹത്തിനൊന്നാകെ, എനിക്കും പട്ടത്ത സമൂഹത്തിനൊന്നാകെയും പ്രത്യേകാൽ ഇന്ന് അഭിഷേക ശുശ്രൂഷയിലൂടെ
കശിശ പദവിയിലേക്ക് പ്രവേശിക്കുന്നതായ പ്രിൻസ് ജെയിംസ് ഷമ്മാശനും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനെല്ലാവരെയും ശക്തീകരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇപ്രകാരം അവസരം തന്ന അഭിനന്ദ തിരുമേനിയോടും നിങ്ങളോടെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം നമ്മോടുകൂടെ ഇരുന്ന് ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.